ഗ്രീഷ്മ ശരിക്കും പറഞ്ഞ അച്ഛന്റെയോ കൂട്ടുകാരുടെയോ ഒക്കെ കൂട്ടത്തിൽ ഒരു ടൂറ് പോകുന്ന ഒരു ഇതിലാണ്. അവള് പറഞ്ഞ ഒരു മൊഴി ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. പള്ളിയിൽ വന്നിട്ട് ഞാൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ഷാരോൺ പ്രാർത്ഥിച്ചു. അപ്പൊ നീ എന്ത് പ്രാർത്ഥിച്ചു? ഇവനെ എങ്ങനെ കൊല്ലാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അല്ലെ ഇവനെങ്ങനെ എന്നെ വിട്ടുപോകുന്ന ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും ചുറ്റും കൂടി നിൽക്കുന്ന പോലീസുകാരെന്തോ തമാശ കേട്ടതുപോലെ അങ്ങ് പൊട്ടിച്ചിരിക്കുവാണ്. ശുദ്ധ പോക്കിരിത്തരമല്ലേ അത്? അല്ലേ? ശുദ്ധ പോക്കിരിത്തരമല്ലേ പറഞ്ഞത്? ആ പയ്യൻ ജീവൻ കൊടുത്ത് സ്നേഹിച്ചാണ് അവളെ. അതുപോലെ തന്നെയാണ് ഈ കാരണവരും. സ്വന്തം മകളെ പോലെ സ്നേഹിച്ച ഷെറിൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ ചെയ്തു എന്ന് പുള്ളിക്ക് ബോധ്യമായപ്പോഴാണ് പുള്ളി എന്ത് ചെയ്തത്? സ്വത്ത് മാറ്റി എഴുതിയത്. സ്വത്ത് കണ്ടിട്ടാണ് ഇവൾ അവരുടെ ജീവിതത്തിലേക്ക് ചെയ്യുന്നത്. ഇവളുടെ കുടുംബം രക്ഷപ്പെടണമായിരുന്നു. നിർത്തന കുടുംബത്തെ എടുത്തപ്പോൾ അവളുടെ കുടുംബം രക്ഷപ്പെടുത്താനും കൂടെയാണ് കാരണം വരുന്നത്. അവളുടെ കുടുംബം കരകയറി. പിന്നെ നടുക്കണ്ടം തിന്നാൻ കിട്ടിയപ്പോഴേക്കും തായും വേരും കൂടെ തിന്നണമെന്ന് കരുതുന്നത് ശരിയായിട്ടൊരു നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം രാഹുൽ പറഞ്ഞാൽ ഇവളെയൊക്കെ ഇറക്കാൻ വേണ്ടി പോകുന്ന മന്ത്രി അത് ആരെന്ന് വ്യക്തമായിട്ട് അറിയാം. പുച്ഛം തോന്നുന്നുണ്ട് രാഹുലെ. ഇവരെ പോലുള്ളവർക്ക് വേണ്ടി വോട്ട് ചെയ്യാനായിട്ട് ഈ വിരലിലേക്ക് മഷി തേക്കേണ്ടി വരുന്ന ആ ഒരു ദിവസം ക്യൂവിൽ നിന്നിട്ട് നമ്മുടെ ഒരു ദിവസത്തെ ജോലി കളഞ്ഞിട്ട് ക്യൂവിൽ നിന്നിട്ട് ഈ വിരൽ മഷിയും തേച്ച് കുത്തി ജയിപ്പിച്ച് വിടുന്നവൻ ശരിക്കും കുത്തുന്നത് നമ്മുടെ നെഞ്ചത്തല്ലേ? അതെ.